ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വി നെക്ക് കോളർ കുർത്തിയാണ് കേട്ടോ. കുർത്തിയല്ല, ഒരു ഫ്രോക്ക്. അതിനോടൊപ്പം തന്നെ ഒരു പോക്കറ്റും കൂടെ എങ്ങനെ അറ്റാച്ച് ചെയ്യാമെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമ്മൾ യോക്ക് ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. 14 ഇഞ്ച് ലെങ്തിലും 10.5 ഇഞ്ച് വിഡ്ത്തിലും അതിൻ്റെ യോക്ക് പാർട്ട് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഷോൾഡർ എത്രയാണോ അത് മാർക്ക് ചെയ്യുക. 6.5 നമ്മുടെ ഷോൾഡർ എങ്കിൽ ഇതൊരു കോളർ ടോപ്പ് ആയതുകൊണ്ട് 1/2 ഇഞ്ച് കൂട്ടി എടുക്കണം. അതായത് എൻ്റെ 6.5 ഞാൻ അതിനോടൊപ്പം 1/2 ഇഞ്ച് കൂട്ടി 7 ഇഞ്ചിലാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മുടെ ചെസ്റ്റ് എത്രയാണോ അത് അടയാളപ്പെടുത്തുക. അതിനുശേഷം ആം ഹോളിൻ്റെ പകുതി കണ്ടിട്ട് അവിടുന്ന് ചെസ്റ്റ് കണ്ട ഭാഗത്തേക്ക് നമ്മുടെ ആം റൗണ്ട് വരച്ചു കൊടുക്കുക. ഫ്രണ്ടിലേക്ക് 1/2 ഇഞ്ച് കൂട്ടി അതും കൂടി ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി നമ്മുടെ വേസ്റ്റ് ഭാഗത്തെ വണ്ണം മാർക്ക് ചെയ്യുക. ഞാനിവിടെ 9 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടേത് എത്രയാണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യുക. ഇതൊരു മീഡിയം സൈസിലുള്ളവർക്കൊക്കെ പോകുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. ഞാനിത് ഇത്ര ഫാസ്റ്റായിട്ട് പറയുന്നത് ഈ പ്രോസസ്സൊക്കെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് കൊണ്ടാണ്. അപ്പോൾ വരച്ചെടുത്ത ഭാഗത്ത് കൂടെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നമുക്കിനി ബാക്കും ഫ്രണ്ടും തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. അങ്ങനെ ബാക്ക് പാർട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ആ ഫ്രണ്ട് ഭാഗത്തെ കൈക്കുഴി നമുക്ക് വരച്ച് കൊടുത്തിരിക്കുന്നത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഫ്രണ്ട് കൈക്കുഴിയും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഫ്രണ്ടിലെ പാർട്ടിലാണ് നമുക്ക് കട്ട് ചെയ്യാനുള്ളതെല്ലാം. ഇവിടെ നമ്മൾ ഒരു ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ആം ഹോളിൻ്റെ ഭാഗത്ത് നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഷോൾഡറിൻ്റെ സ്ലോപ്പ് വരച്ചു കൊടുക്കാം. ആ വരച്ചു കൊടുത്ത ഭാഗത്ത് കൂടെ അത് കട്ട് ചെയ്തും മാറ്റാം. ഇനി നമ്മുടെ നെക്ക് വിഡ്ത്തും ലെങ്തും ഒക്കെ അടയാളപ്പെടുത്താം. നമ്മുടെ നെക്കിൻ്റെ ലെങ്ത് ഒരു 9.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ആ മാർക്ക് ചെയ്ത ഭാഗത്തു നിന്നും ഒരു 1/2 ഇഞ്ച് അകത്തോട്ട് വരയ്ക്കുക. നെക്കിൻ്റെ വിഡ്ത്ത് 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ആ 3.5 ഇഞ്ചിൽ നിന്നും ആ 9.5 ഇഞ്ചിൻ്റെ ഭാഗത്തേക്ക് വരച്ചത് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്യുമ്പോൾ ആ 1/2 ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്തത് അവിടെ നിന്നാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു വലിയൊരു വി ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി ആ ബാക്ക് ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്യാം. ബാക്കിലും നെക്കിൻ്റെ വിഡ്ത്ത് 3.5 തന്നെയാണ്. ബാക്കിലും അതുപോലെ ആ ഒരു ഷോൾഡറിൻ്റെ സ്ലോപ്പ് വരയ്ക്കേണ്ടതുണ്ട്. 3.5 ഇഞ്ചിൽ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഷോൾഡറിൻ്റെ സ്ലോപ്പും വരയ്ക്കുന്നു. എന്നിട്ടൊരു 1/2 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. വിഡ്ത്തല്ല, ലെങ്ത് ഇപ്പോൾ തെറ്റിപ്പോയി. അങ്ങനെ നമ്മൾ ആ 2 ഭാഗവും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. 10 ഇഞ്ച് ലെങ്തിലാണ് ഞാൻ ആ സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഒരു 3.5 ഇഞ്ച് കോമൺ ആയിട്ടുള്ള താഴേക്ക് വരച്ചെടുക്കുക. അവിടെ നിന്നൊരു സ്ലോപ്പ് പോലെ വരച്ചിട്ട് ആ സ്ലോപ്പിൻ്റെ പാതി കാണുക. ആ പാതയിൽ നിന്നും 3.5 ഇഞ്ചിലേക്ക് ഒരു വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ എത്രയാണോ കൈയുടെ വണ്ണം അത്രയും മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ. സ്ഥിരം ഇതൊക്കെ പറയുന്നത് കൊണ്ടാണ് നമ്മളത് ഇത്ര വിശദീകരിച്ച് പറയാതെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഇപ്പം നമ്മുടെ നെക്ക് വലിയ ഒരു വി ആയിട്ടാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി അതിനെ ഒന്ന് ഷോർട്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു 4 ഇഞ്ച് വിഡ്ത്തിലുള്ള തുണിയാണ് എടുത്തിരിക്കുന്നത്. ലെങ്ത് എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ബാലൻസ് വരുന്നത് കട്ട് ചെയ്ത് മാറ്റാം. അത് ഷോൾഡറല്ല, കോളർ അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മളത് കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഷോൾഡറുകൾ തമ്മിലൊന്ന് അറ്റാച്ച് ചെയ്യാം. 2 വശവും ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നല്ല വശവും ചേർത്ത് ഡബിൾ സ്റ്റിച്ചിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു കോളർ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന തുണി നമുക്കൊന്ന് മടക്കി
ഒരു സ്റ്റിച്ച് കൊടുത്തെടുക്കാം. ഇനി കോളർ അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ഒരു വിയുടെ ഭാഗം ഉണ്ടല്ലോ നമ്മുടെ, ആ ഭാഗത്തേക്ക് ഒരു ചെറിയ കട്ട് കൊടുക്കണം 2 വശവുമേ. അതൊന്ന് മടക്കി കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളിപ്പോഴേ ഒരു കട്ട് കൊടുത്തെടുക്കുന്നത്. ആ കട്ട് വരെയുമാണ് നമ്മൾ ഈ കോളറിൻ്റെ തുണി അറ്റാച്ച് ചെയ്ത് വരേണ്ടതും. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ നല്ല വശത്തോട്ട് ചേർത്ത് ആ കോളറങ്ങ് അടിച്ച് വരുവാണേ. കണ്ടോ, ഇങ്ങനെ അടിച്ച് വരണം. വലിച്ചൊന്നും പിടിക്കുന്നില്ല. ഒരു മാക്സിമം നമ്മുടെ ആ ഒരു രീതിയിൽ മാത്രം ഒന്ന് പിടിച്ചു കൊടുക്കുക. നമ്മുടെ ആ ടോപ്പിൻ്റെ ഭാഗത്തെ തുണി ചുളിവൊന്നും ഇല്ലാതെയാണോ ഇരിക്കുന്നതെന്നൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അത് നമ്മുടെ ആ ഒരു വിരൽ വെച്ച് നമുക്കതൊന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും അങ്ങനെ നമ്മൾ നോക്കിക്കോളും. അപ്പോൾ പറയാൻ മറന്നുപോയി, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് വേണ്ടത്ര സപ്പോർട്ടൊന്നും കിട്ടുന്നില്ല. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഒരു സന്തോഷം തോന്നുന്നത്. അപ്പോൾ നമ്മുടെ കോളറായി ഇങ്ങനെയാണ് വരുന്നത്. ഒട്ടും ചുളിവോ വലിവോ ഒന്നുമില്ലാണ്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു കഴുത്തിൻ്റെ ആ ഒരു ഭാഗം, അവിടെ നമുക്കൊരു ചെറിയ കട്ട് കൊടുക്കാവേ. അല്ലെങ്കിൽ നമ്മൾ ഇടുന്നൊരു സമയത്ത് ഒരു വലിച്ചിൽ പോലെ വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ ഒരു കട്ട് കൊടുക്കുന്നത്. അങ്ങനെ കട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒരു പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ ആ ഒരു കട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമ്മുടെ താഴ്ഭാഗം ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അവിടെ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാവേ. അപ്പം നമ്മൾ സ്റ്റിച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു 2 കട്ട് ചെറുത് കൊടുക്കുന്നത് ഓർമ്മയുണ്ടോ? അത് ഇങ്ങനെ എടുക്കുന്നതിന് വേണ്ടിയാണേ. ആ ഒരു കട്ട് കൊടുത്ത ഭാഗത്തെ തുണി ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ കോളറിൻ്റെ തുണി അകത്തേക്ക് വയ്ക്കുമ്പോൾ കട്ട് കൊടുത്തത് കൊണ്ട് ചുളിവൊന്നുമില്ലാണ്ട് ഈ തുണിയും അകത്തേക്ക് പോകും. അതിന് വേണ്ടിയാണ് നമ്മൾ ആ ഒരു കട്ട് കൊടുത്തത്. എന്നിട്ട് ആ കട്ട് കൊടുത്ത ഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഈ ഒരു കോളർ ഭാഗത്തെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യാം. കോളറുകളിൽ വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കോളറാണേ ഇത്. നമ്മുടെ കോളർ ഇപ്പോൾ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് ഒരേ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ഈ കോളറിനെ നമുക്കൊന്ന് സ്പെഷ്യലായിട്ട് മനസ്സിലാകുന്നില്ല. അപ്പോൾ അതിനെ നമുക്കൊന്ന് ഒരു ലേസ് വെച്ച് കുറച്ചുകൂടെ ഒന്ന് ഭംഗി കൂട്ടാം. അപ്പോൾ ഞാൻ ലേസ് വെച്ച് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കിട്ടുന്നത്. കണ്ടോ, നമ്മുടെ കോളർ ആ ലേസ് വെച്ചപ്പോൾ ആ കോളർ അവിടെ ഉണ്ടെന്ന് സത്യത്തിൽ ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ വെച്ചൊന്ന് മോടി പിടിപ്പിച്ചാൽ മതിയേ. എൻ്റെ ഇവിടെ ലേസ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് സാധാ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്യാം. സ്ലീവിൻ്റെ നല്ല വശവും ക്ലോത്തിൻ്റെ നല്ല വശവും തമ്മിൽ സെൻറ്റർ വെച്ച് നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. അങ്ങനെ 2 സ്ലീവും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്കേർട്ട് ഭാഗത്ത് തുണി എടുത്തിട്ട് നമുക്കതിനെ പ്ലീറ്റ് ഇട്ടെടുക്കാം. 1 ഇഞ്ച് വിട്ട് വരുന്ന പ്ലീറ്റാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ ഇനി അത് ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യാം, നമ്മുടെ യോക്ക് ഭാഗമായിട്ട്. അപ്പോൾ അതിന് യോക്ക് ഭാഗത്തിൻ്റെ ആ ഒരു ക്ലോത്തിൻ്റെ സെൻറ്റർ കാണുക. അതുപോലെ തന്നെ ഈ സ്കേർട്ട് ഭാഗം തയ്ച്ചെടുത്തല്ലോ, അതിൻ്റെയും സെൻറ്ററിലൊരു നോച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് യോക്കിൻ്റെ സെൻറ്ററും നമ്മുടെ സ്കേർട്ടിൻ്റെ സെൻറ്ററും തമ്മിൽ നല്ല വശവും വെച്ച് ആ സെൻറ്റർ ഭാഗം വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് വരാം. സെൻറ്ററിൽ നിന്നായിരിക്കണേ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്.
അതുപോലെ ഇനി നമുക്ക് അടുത്തായിട്ട് എടുക്കേണ്ടത് പോക്കറ്റാണ്. പോക്കറ്റിന് വേണ്ടി ഞാൻ ദേ ഇങ്ങനൊരു ഷേപ്പിലാണ് എടുക്കുന്നത്. ആദ്യം ഒരു 1/2 ഇഞ്ച് ആ ഒരു ടോപ്പ് ഭാഗത്ത് കൊടുക്കുക. അതിന് ശേഷം അവിടുന്ന് നമ്മുടെ കൈ കയറുന്ന എത്രയാണോ ആ ഒരു അളവിൽ, അതായത് ഒരു 7 ഇഞ്ചിൽ ഞാൻ ഗ്യാപ്പും കൊടുത്തിട്ട് ഇങ്ങനൊരു ഷേപ്പിൽ വരച്ചെടുക്കുന്നുണ്ട്. ഒരു നമ്മുടെ കൈ ചുരുട്ടി വയ്ക്കുമ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ ഷേപ്പൊക്കെ വരുമല്ലോ, ആ രീതിയിലൊരു ഷേപ്പാണ് ഞാൻ വരച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ വരച്ച് എടുത്തതിന് ശേഷം നമുക്ക് ആ വരച്ച ഭാഗത്തൂടെ സ്റ്റിച്ച് ചെയ്ത് പോകാം. ഡബിൾ സ്റ്റിച്ച് തന്നെയാണ് ഞാൻ ഇവിടെയും കൊടുക്കുന്നത്. കാര്യം അത്യാവശ്യം നമ്മൾ ഫോണൊക്കെ ഇടാനായിരിക്കുമല്ലോ എടുക്കുന്നത്, അപ്പോൾ നമ്മൾ ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കണം. ഇനി ആ ബാലൻസ് വന്ന ആ ഒരു ക്ലോത്ത് ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മളിതാ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ സ്കേർട്ട് ഭാഗം എടുക്കുക. അതായത് സ്കേർട്ട് ഭാഗത്തായിരിക്കും ഈ ഒരു ഇത് വരുന്നത്, യോക്ക് ഭാഗം അറ്റാച്ച് ചെയ്തതിൻ്റെ കുറച്ച് താഴെയായിട്ട്. എന്നിട്ട് അതിൻ്റെ നല്ല വശത്ത് നമ്മളിവിടെ അടയാളപ്പെടുത്തിയതുപോലെ 7 ഇഞ്ചിൽ നമ്മുടെ കൈ കയറുന്ന ആ ഒരു ഭാഗമായിട്ട് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ വരച്ച ഭാഗത്തു നിന്നും ഒരു 1/2 ഇഞ്ച് അകത്തേക്ക് വരച്ചിട്ടുണ്ട്. എന്നിട്ട് ആ 1/2 ഇഞ്ച് വരച്ച ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ആദ്യം ഒരു 1/2 ഇഞ്ച് നമ്മൾ പുറത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് വരുന്നു. എന്നിട്ട് 7 ഇഞ്ചിൽ നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗത്തൂടെ, അപ്പോൾ ഇതിൻ്റെ അടിയിൽ പോക്കറ്റിൻ്റെ ക്ലോത്തും ഉണ്ട്, അത് ഒരുമിച്ചാണ് നമ്മൾ അടിച്ച് വരുന്നത്. അതായത് പോക്കറ്റിൻ്റെ ഓപ്പണിങ്ങിൻ്റെ ഒരു വശവും നമ്മുടെ ഈ ക്ലോത്തിൻ്റെ ഒരു വശവും തമ്മിലാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരുന്നത്, ഫ്രണ്ട് പാർട്ടിലെ. എന്നിട്ട് ആ ഒരു 1/2 ഇഞ്ചിൽ നമ്മൾ ഉള്ളോട്ട് തയ്ച്ചെടുത്തല്ലോ, ആ ഭാഗം 2 ഭാഗത്തുനിന്നും ഒരു കുഞ്ഞ് കട്ട് കൊടുക്കുക 1/2 ഇഞ്ചിൽ. അതെന്തിനാന്ന് വെച്ചാൽ നമുക്കത് ഇതിങ്ങനെ അകത്തേക്ക് മടക്കിയെടുക്കാൻ വേണ്ടിയാണ്. കണ്ടോ, ഇങ്ങനെ അകത്തേക്ക് എടുത്തതിന് ശേഷം ആ അകത്തേക്ക് എടുത്ത ഭാഗവും നമുക്കൊന്ന് പതിച്ചടിക്കാം. നമ്മൾ എത്രയാണോ അകത്തേക്ക് കൊണ്ടുപോയത് ആ ഭാഗത്തു നിന്നും പതിച്ചത് ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കുവാണേ. ഞാൻ പറയുന്നതിനോടൊപ്പം നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടേക്കണേ. തുടക്കക്കാരാണെങ്കിലാണ് നമ്മൾ ആ പറയുന്നതിനോടൊപ്പം തന്നെ വീഡിയോയും ശ്രദ്ധിച്ച് കണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് വലിയ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാണ്ട് തയ്ച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്തെല്ലാം നമ്മുടെ ആ ഒരു പോക്കറ്റിൻ്റെ ക്ലോത്തും നമ്മുടെ കയ്യിലുണ്ടേ. ഇപ്പം നമ്മുടെ ഒരു പോക്കറ്റിൻ്റെ ഓപ്പണിംഗ് ആണ് നമ്മൾ ഈ തയ്ച്ചെടുത്തിരിക്കുന്നത്, കണ്ടോ. ഇനി ആ ബാക്ക് പാർട്ടുമായിട്ട് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോഴാണ് നമ്മുടെ പോക്കറ്റ് ക്ലോസ് ആവുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ആ ഒരു ബോഡി മൊത്തത്തിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വരാവേ നമ്മുടെ ആ ഒരു കൈയുടെ ഭാഗത്തുനിന്നേ സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് വരാം. ആം ഹോളിൻ്റെ ഭാഗമൊക്കെ തുണി ചുളിവൊന്നും ഇല്ലാണ്ട് നന്നായിട്ടാണോ ഇരിക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ബോഡി പാർട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. ഇല്ലെങ്കിൽ തയ്ച്ച് കഴിയുമ്പോൾ ചുളിവ് വന്നിരിക്കും. അപ്പോൾ നമ്മൾ ഇനി ശ്രദ്ധിക്കണം, നമ്മുടെ ആ ഒരു ഭാഗമല്ലോ ആ ഭാഗത്തേക്ക് വെച്ചിട്ട് പോക്കറ്റിൻ്റെ ആ ഭാഗം വെളിയിൽ കിടക്കുന്നുണ്ടല്ലോ 1/2 ഇഞ്ചിൽ, ആ ഭാഗവും നമ്മുടെ ബാക്ക് പാർട്ടിലെ ക്ലോത്തും തമ്മിൽ മാത്രമേ സ്റ്റിച്ച് ചെയ്ത് വരാവുള്ളേ. അല്ലാണ്ട് നമ്മൾ ആ ഓപ്പണിങ് അടിച്ചെടുത്തല്ലോ 1/2 ഇഞ്ച്, ആ ഭാഗത്തേക്ക് സ്റ്റിച്ച് ഒരിക്കലും കൊള്ളരുതേ. കണ്ടോ, ഇനിയിപ്പോൾ 2 ക്ലോത്തും കൂടെ അടിച്ച് താഴേക്ക് വരാവേ. നമ്മുടെ ആ ഒരു 7 ഇഞ്ചിൽ ആ ഓപ്പണിങ് മാത്രമേ ഒരുമിച്ചിട്ട് അടിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളേ. ഇനി സാധാ ചെയ്യുന്ന പോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 വശവും നമുക്കങ്ങ് ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം.
അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പോക്കറ്റ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. പോക്കറ്റ് ഉണ്ടോയെന്ന് സത്യത്തിൽ അറിയത്തതേ ഇല്ല. ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് കണ്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഫുള്ളും കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ബോഡി ഒന്ന് മൊത്തത്തിൽ കാണാം. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.